മുടിയിഴകളുടെ തെളിവ് കൂടി ബാഗിലാക്കി ഫോറൻസിക് ഉദ്യോഗസ്ഥർ പോയി. ശ്രീപദ് വീണ്ടും ആ മൃതദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി. എവിടെയോ കണ്ട മുഖം പോലെ തോന്നിയെങ്കിലും ഓർമ്മ കിട്ടുന്നില്ല. സർ, പോക്കറ്റുകളും പരിശോധിച്ചു, ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. തിരിച്ചറിയാൻ പറ്റുന്ന രേഖകളൊന്നും കിട്ടിയില്ല. അതേസമയം മൃതദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ കടലാസ് ശ്രീപദ് തുറന്നു. പഴകിയ നോട്ട്ബുക്ക് പേജിൽ ഏതാനും വരികൾ മാത്രം എഴുതിയിരുന്നു. അത് കണ്ടിട്ട് ഏതോ ഡയറിയിൽ നിന്ന് കീറിയെടുത്ത പേജായി അയാൾക്ക് തോന്നി. വലിച്ചു കീറിയതുപോലെ തോന്നുന്നു. ഇംഗ്ലീഷ് കവിതയുടെ റെഫറൻസായി അത് അയാൾക്ക് തോന്നി. ഈ അക്ഷരം എങ്ങോ കണ്ട് പരിചിതമായതുപോലെ. യെസ്, ഇത് ജയഗീതയുടെ കൈയക്ഷരമല്ലേ? ഒരിക്കൽ ഒരു സ്റ്റുഡൻറ്റിനെ കേസിൽ നിന്നും ജാമ്യമെടുക്കാൻ അവൾ വന്നിരുന്ന ആ ദിവസം അയാൾ ഓർത്തു. അന്ന് താൻ പുറത്തെന്തിനോ പോയിട്ട് വന്നപ്പോഴാണ് അവളുടെ കോൾ വന്നത്. സീനിയേഴ്സ് മാർക്ക് ചെയ്ത് ഒരു ജൂനിയർ സ്റ്റുഡൻറ്റിൻ്റെ പരാതി നൽകാൻ വരട്ടെ എന്ന് ചോദിച്ചാണ് വിളിച്ചത്. താനെത്തിയപ്പോൾ സ്റ്റേഷൻ വരാന്തയിൽ അവളോ ഒരു കൊച്ചു പയ്യനും ഉണ്ടായിരുന്നു. അവളന്ന് നീല നിറമുള്ള കോട്ടൺ സാരിയിൽ ഒരു നീലാകാശത്തിൻ്റെ സൗന്ദര്യം പൊതിഞ്ഞായിരുന്നു എത്തിയത്. ഒന്ന് ഹഗ് ചെയ്യാൻ തോന്നിയ ആ സമയം ഓർത്തുപോയി. ഈ പയ്യനാണോ? ശ്രീപദ് അവളോടായി ചോദിച്ചു. അതെ ശ്രീ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പരാതിയുണ്ടോ? ഉണ്ട്. അയാൾ തൻ്റെ ഔദ്യോഗിക മുറിയിലെ കസേരയിലിരുന്നു. ഇരിക്കെ. അയാൾക്ക് മുൻപിൽ അവൾ ഇരുന്നു. ആ പയ്യൻ നിൽക്കുകയാണ്. എടാ മോനെ, അവിടെ ഇരി. അവൻ ജയഗീതയെ നോക്കി. അവൾ കണ്ണുകൊണ്ടിരിക്കാൻ നിർദ്ദേശിച്ചു. ജയഗീത നീട്ടിയ പേപ്പർ അയാൾ ഓടിച്ചു വായിച്ചു. ആരാ ഇത് എഴുതിയത്? ഞാനാ, ജയഗീത ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ അയാൾ ഒന്നുകൂടി ആ ഭംഗിയുള്ള അക്ഷരങ്ങളിലൂടെ കണ്ണോടിച്ചു. വിവേക്, നിനക്ക് കോളേജിൽ പോകാൻ മടിയുണ്ടോ? അവനൊന്നും മിണ്ടിയില്ല. അവന് പേടിയുണ്ട്. അവന്മാർ ഒരു ഗാങ്ങുണ്ട്. ഡ്രഗ്സ് ഉണ്ടോയെന്ന് സംശയമുണ്ട്, ജയഗീത സൂചിപ്പിച്ചു. 2 ദിവസം നീ നാട്ടിൽ പോയി വാ. ഞാനപ്പോഴേക്കും ഇവന്മാരെ ഒന്ന് അന്വേഷിച്ച് ഒരു തുമ്പുണ്ടാക്കാം. വിവേക്, നീ പേടിക്കണ്ട. അവന്മാരെ നമുക്ക് പൂട്ടാം. അവൾക്കും പയ്യനും ആത്മവിശ്വാസം ചൊരിഞ്ഞ് അവരെ അയാൾ യാത്രയാക്കി. പിന്നീടുള്ള അന്വേഷണത്തിൽ ആ ഗാങ്ങിലെ പലരെയും അയാൾ പിടിച്ചു. കിട്ടിയതെല്ലാം MDM. അവസാനം അയാൾ എത്തിച്ചേർന്നത് ഒരു പുതുപ്പണക്കാരനായ വർഗീസിൻ്റെ മകൻ. അയാളുടെ വീട് ആകെ നിഗൂഢമായി അയാൾക്ക് തോന്നി. ഒരു 12 ഏക്കർ സ്ഥലത്തെ ഒരു വലിയ വീട്. അയാളുടെ ഗേറ്റിൽ നിന്നും 1 കിലോമീറ്റർ സഞ്ചരിച്ച്